ഹലോ നമസ്കാരം. T20 വേൾഡ് കപ്പിൽ നമ്മുടെ ടീം ഇന്ത്യ ഇതിനോടകം സൂപ്പർ 8 ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണല്ലോ. സൂപ്പർ 8ൽ മാറ്റുരയ്ക്കുന്ന എല്ലാ ടീമുകളുടെയും കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ വന്നിട്ടില്ലെങ്കിൽ കൂടി ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ അങ്ങനെയുള്ള ചില ടീമുകൾ ഇതിനോടകം സൂപ്പർ 8 ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ടീമുകളൊക്കെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പോരടിക്കൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും സൂപ്പർ 8ലേക്ക് എത്തുന്ന മറ്റ് ടീമുകൾ ആരൊക്കെയാണെന്നുള്ള കണക്കുകൂട്ടലുകൾ തുടരവേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത വന്നെത്തിയിട്ടുണ്ട്. അതെ, പലരും അറിഞ്ഞു കാണും, സൂപ്പർ 8ൽ ഇന്ത്യൻ ടീമിന്റെ എല്ലാ മത്സരങ്ങളും ആരംഭിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കായിരിക്കും. അപ്പൊ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം? ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഇന്ത്യ ഇതുവരെ കളിച്ച മത്സരങ്ങളൊക്കെ രാത്രി 8 മണിക്ക് തന്നെ ആയിരുന്നില്ല എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. നമുക്കറിയാം, പകലും അതുപോലെ തന്നെ പുലർച്ചെയൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും രാത്രി 8 മണിക്കാണ്. തീർച്ചയായിട്ടും ഇത് മത്സരങ്ങൾ വീട്ടിലിരുന്ന് സുഖകരമായിട്ട് കാണാൻ ഇന്ത്യൻ ആരാധകർക്ക് ഒരു അവസരം ഒരുക്കുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഇന്ത്യൻ സമയം പുലർച്ചെ കരീബിയൻ ദ്വീപുകളിൽ നടക്കുന്ന മത്സരങ്ങൾ കാണുക എന്നുള്ളത് ഇന്ത്യൻ ആരാധകർക്ക് ഏറെ പ്രയാസമായിരുന്ന കാര്യമാണല്ലോ. പക്ഷേ ഇത്തവണ T20 വേൾഡ് കപ്പിലെ സൂപ്പർ 8ൽ ഇതിനൊരു മാറ്റം വരികയാണ്. അതെ, സെന്റ് ലൂസിയയിൽ ജൂൺ 24-ാം തീയതി ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതൊരു കിടിലൻ പോരാട്ടം തന്നെയായിരിക്കും. ജൂൺ 20-ന് ബാർബഡോസിലും അതുപോലെ തന്നെ ജൂൺ 22-ന് ആന്റിഗയിലുമാണ് ടീം ഇന്ത്യയുടെ മറ്റ് രണ്ട് സൂപ്പർ 8 മത്സരങ്ങൾ നടക്കുന്നത്. ഈ രണ്ട് മത്സരങ്ങളിലെയും എതിരാളികൾ ആരാണെന്നുള്ളത് ഇതുവരെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. എന്തൊക്കെയാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് കിടിലൻ മത്സരങ്ങൾ തന്നെയാണ്. T20 വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കാത്തിരിക്കാം ഓരോ മത്സരങ്ങൾക്കായി തന്നെ. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും. വരേക്കും ചെറിയൊരു ഗുഡ് ബൈ.